ഇന്ന് കുറച്ച് സ്കൂൾ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം. 2 വീക്കിലെ കറക്ഷനും ക്രോസ് ചെക്കിങ്ങും കഴിഞ്ഞ് ഒരു ഹെക്റ്റിക് വീക്കിനോട് ഫുൾ സ്റ്റോപ്പും ഇട്ട് ഒരു ഈസി ഗോയിങ് വീക്കിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്ര പറഞ്ഞാലും ഞാൻ മനസ്സിൽ വിചാരിച്ച അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ടീച്ചിങ് പ്രൊഫഷന്. കുട്ടികൾക്കുള്ളതുപോലെ തന്നെ എല്ലാത്തിനും ഡെഡ് ലൈൻ ഉള്ളൊരു ജോബാണ് ടീച്ചിങ് പ്രൊഫഷൻ. ഈ ആഴ്ച കംപ്ലീറ്റ്ലി സ്കൂള് മാർക്ക് എൻട്രിങ്, പുതിയൊരു സോഫ്റ്റ്വെയറിൽ മാർക്ക് എൻട്രിങ്ങിനെ കുറിച്ചും അതേപോലെ കുട്ടികളുടെ സ്പോർട്സും റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീക്കായിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് ഡ്യൂട്ടി ഇല്ലാത്ത സമയങ്ങളിൽ കറക്റ്റ് പോയി IT ലാബിൽ മാർക്ക് എൻട്രി ചെയ്യലായിരുന്നു ഒരു ടാസ്ക്. സ്കൂളിലത്തെ അന്നത്തെ ടാസ്കുകളൊക്കെ കഴിഞ്ഞ് സ്കൂള് കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു 1 or 2 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് കേട്ടോ റൂമും സ്കൂളും നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു റോളർ കോസ്റ്റർ പരിപാടിയാണ്. കാരണം ഒരുപാട് ലേറ്റ് ആയാൽ കുട്ടികൾ ഫുഡ് കഴിക്കാൻ ലേറ്റ് ആവും. ഓൾറെഡി അവരൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. വന്നിട്ട് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ഓൾറെഡി ഒരു പ്ലാൻ ചെയ്തിട്ടാട്ടോ രാവിലെ തന്നെ ഞാൻ ഇറങ്ങുക. അല്ലെങ്കിൽ തലേന്ന് രാത്രി തന്നെ ആ ഒരു സെറ്റപ്പിലാണ് നിൽക്കുക. അല്ലെങ്കിൽ പിന്നെ ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ ആവും. പിന്നെ ഇരുന്ന് ചിന്തിച്ച് ചെയ്യുമ്പോഴത്തേനൊക്കെ ഒരുപാട് ലേറ്റ് ആവും. കുട്ടികൾക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങണം എന്നൊന്ന് വിചാരിച്ചാൽ പിന്നെ ടൈം കിട്ടൂല. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ഞാൻ സ്കൂളിൽ പോണതിന് മുന്നേ അനിയത്തി വരുമ്പോൾ കൊണ്ടുവന്ന ബീഫൊന്ന് ഒരെണ്ണം എടുത്തിട്ട് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് താഴെ വെച്ചിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വാട്ടിയൊന്ന് മൊരിച്ചെടുത്താൽ ചോറുക്ക് അതന്നെ ധാരാളമാണല്ലോ. അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് മെഷീനിൽ കുറച്ച് ഡ്രസ്സുകൾ ഇന്നലെ ഞാൻ തിരുമ്പിയിട്ടിട്ടുണ്ട്. അതെടുത്തിട്ട് ഒന്ന് ഉണക്കാനിടാം, ബാൽക്കണി കൊണ്ടുപോയിട്ടിടാം. അതേപോലെ തന്നെ എൻ്റെ പ്രയർ ഡ്രസ്സ് ഒന്ന് അലക്കണം എന്ന് 2 ദിവസമായി ഞാൻ വിചാരിക്കണം. അത് ഇനി ലേറ്റായി എനിക്ക് വെറുതെ ഇറിറ്റേഷൻ അടിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് വാഷ് ചെയ്യാൻ ഇട്ടേക്കാന്ന് വിചാരിച്ചു. ആ സമയം കൊണ്ട് കുട്ടികൾ റെസ്റ്റ്ലെസ് ആണല്ലോ, അവരവരുടെ ക്രിയേറ്റിവിറ്റി സൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാൻ ബാൽക്കണി തുറക്കുന്നതും കണ്ണിന് നല്ല കുളിർമയുള്ള ഒരു കാഴ്ച കാണുന്നതും. ഫോൺ എടുക്കാൻ പോലും ഓർമ്മയില്ല, അത് സ്റ്റെക്കായി നിന്ന് പോയിട്ട് പെട്ടെന്ന് വന്ന് ഫോണിലെടുത്ത ചെറിയൊരു വിഷ്വലാണേ. നമ്മളെ കൂടെ ഉള്ളവർ നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടി എടുക്കുന്ന ഇങ്ങനെയുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള എഫേർട്ടുകൾ കാണുമ്പോൾ ഒരുപാട് സന്തോഷം. എൻ്റെ തല അന്നേരം വർക്ക് ചെയ്തത് ഇങ്ങനെയാണ്. ഞാൻ ഓൾറെഡി വിശന്നാണല്ലോ ഇരിക്കുന്നത്. ഞാൻ മനസ്സിൽ വിചാരിക്കാം മൂപ്പര് നല്ല വിശപ്പിലായിരിക്കും, ആളുടെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞിട്ടുണ്ടായിരിക്കും.